പിണ്ടിമന പഞ്ചായത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ UDF. പഞ്ചായത്ത് ഭരണസമിതിയുടെ മികച്ച പ്രവർത്തനവും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവികാരവും അനുകൂലമാകുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം. ചില വാർഡുകളിലെ വിമതശല്യം ഭരണം നിലനിർത്താൻ പോരാടുന്ന UDF-ന് തലവേദനയാണ്. പിണ്ടിമന പഞ്ചായത്ത് എക്കാലവും UDF കോട്ടയാണ്. ചുരുക്കം കാലഘട്ടങ്ങളിൽ മാത്രമാണ് UDF-ന് ഭരണം നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഭരണ തുടർച്ചയാണ് ഇത്തവണയും UDF ലക്ഷ്യമിടുന്നത്. സ്ഥാനാർത്ഥികളുടെ മികവ് അനുകൂലമാകുമെന്നാണ് നേതാക്കളുടെ വിശ്വാസം. ഇപ്പോഴത്തെ ഭരണസമിതിയുടെ പ്രകടനത്തിനുള്ള അംഗീകാരവും UDF പ്രതീക്ഷിക്കുന്നതായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹിപാൽ മാതാളിപ്പാറ പറഞ്ഞു. 14 വാർഡിലേക്കും മികവുറ്റ 14 സ്ഥാനാർത്ഥികളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് പിണ്ടിമന പഞ്ചായത്തിൻ്റെ പോയകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ 100% മികവുറ്റ പ്രവർത്തനവും എല്ലാ ഫണ്ടും പൂർണ്ണമായും വിനിയോഗിച്ച് ഇവിടുത്തെ ഒരു PHC ഉണ്ടായിരുന്നത് FHC ആയിട്ട് ഉയർത്തുകയും പിന്നെ ത്രിതല പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു ഓക്സിജൻ പാർക്ക് നിർമ്മിക്കുകയും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന 16 അംഗൻവാടികളെ സ്മാർട്ടാക്കുകയും ചെയ്തിട്ടുള്ള ഒരു പഞ്ചായത്ത് ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ സർക്കാരിനോ MLAക്കോ കഴിഞ്ഞിട്ടില്ല. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് UDF വോട്ട് ചോദിക്കുന്നത്. വിലക്കയറ്റത്തെക്കുറിച്ചും സാധനങ്ങൾക്ക് ഭയങ്കരമായ വിലക്കയറ്റവും കർഷകർ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ. അതുപോലെ ഇവർ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, വെള്ളക്കരം കൂട്ടിയിട്ടുണ്ട്. 30 രൂപയായിരുന്ന അതായത് കുറഞ്ഞ നിരക്കിൽ നമുക്ക് ഒരു കെട്ടിട പെർമിറ്റ് എടുക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ന് 600 രൂപയുണ്ടെങ്കിലാണ് അതിനൊരു അപേക്ഷ കൊടുക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് പൊതുജനങ്ങൾ ഈ ഭരണത്തെ വെറുക്കുന്നു. മുമ്പെങ്ങുമില്ലാത്ത വിധം UDF-ന് ഇത്തവണ വിമതശല്യം കൂടുതലാണ്. 3 വാർഡുകളിൽ ശക്തരായ വിമത സ്ഥാനാർത്ഥികളിൽ നിന്ന് UDF വെല്ലുവിളി നേരിടുന്നുണ്ട്. 14-ൽ 8 വാർഡുകൾ നേടാനാകുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. GTV ന്യൂസ്, പിണ്ടിമന.